കൊല്ലം, കണ്ണൂർ 2024 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമാണ് ആൻസർ മാലദ്വീപ്. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് 1952 ഒറീസയെ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായ പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആൻസർ VP മേനോ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് തിരിച്ചറിയൂ. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. അടുത്ത ക്വസ്റ്റ്യന് ഇതിലെ ആൻസർ, അതായത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായി തിരഞ്ഞെടുക്കാനാണ്. 2ഉം 4ഉമാണ് ശരി. ആത്മവിദ്യാസംഘം, വഖഫ് യോഗക്ഷേമ സഭ, VT ഭട്ടതിരിപ്പാട്. ആത്മവിദ്യാസംഘം, വഖഫ് യോഗക്ഷേമ സഭ, VT ഭട്ടതിരിപ്പാട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതി ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനെ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് ഈ പ്രസ്താവനയാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായത്: എനിക്ക് ശേഷം പ്രളയം, ലൂയി 15, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചൂടെ, മേരി ആൻറ്റോയിനറ്റ്. പെൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പെൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ആൻസർ ഗ്രീനിച്ച്. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഗ്രീനിച്ച്. ഇതിൻ്റെ ഫുൾ വീഡിയോ എന്ന് വെച്ച് ചാനലിൽ ഇട്ടിട്ടുണ്ട്.